ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് ഫിഷ് ഫിംഗേഴ്സാണ്. മീൻ കൊണ്ടൊരു അടിപൊളി റെസിപ്പിയാണ്. അതിന് നമുക്ക് ദശയുള്ള ഏത് മീൻ വേണമെങ്കിലും എടുക്കാം. മീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിൻ്റെ മുള്ള വേർതിരിച്ച് മുറിച്ചെടുക്കണം. എന്നിട്ടൊരു ഫിംഗറിൻ്റെ മുഴുപ്പിൽ നമുക്കത് മുറിച്ചെടുക്കാം. അടിയിലും മുകളിലും ഇങ്ങനെ വാർന്ന് മുറിച്ച് നടുക്ക മുള്ള് മാറ്റി വയ്ക്കാം. എന്നിട്ട് ദശ നമുക്ക് ഇതുപോലെ മുറിച്ചെടുക്കണം. ഒരു ഫിംഗറിൻ്റെ മുഴുപ്പിൽ അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കൊരു മസാല ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ ഒരു മുട്ട ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, അല്ലെങ്കിൽ നന്നായിട്ട് ചതച്ചിട്ട് കൊടുത്താലും മതി. പിന്നെ ഒരു 2 വേപ്പില ചെറുതായിട്ട് നുറുക്കി അതും കൂടി ഇട്ട് കൊടുത്തു. പിന്നീട് നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു. അതോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. പിന്നീട് ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ഇട്ട് കൊടുത്തു. അതിനുശേഷം നമുക്ക് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കണം. പിന്നീട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തു. ചെറിയ ജീരകത്തിൻ്റെയും അതോടൊപ്പം തന്നെ പെരുംജീരകത്തിൻ്റെയും പൊടി ഇട്ട് കൊടുക്കണം. ഇനി നമ്മൾക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മുട്ടയൊക്കെ നമുക്കൊന്ന് ഉടച്ചെടുക്കണമല്ലോ, അതിനായിട്ട് ആ സ്പൂൺ കൊണ്ട് തന്നെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കതിലേക്ക് ഒരു നിറച്ച് 2 ടീസ്പൂൺ മൈദമാവാണ് ഞാൻ ഇട്ട് കൊടുക്കുക. മൈദ ഇല്ല എങ്കിൽ കോൺഫ്ലവർ ഇട്ട് കൊടുത്താലും മതി. അതിനുശേഷം നമുക്കത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തു. വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഒരു സ്പൂൺ കൂടി ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മുട്ടയും അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മൈദയും എല്ലാം കൂടി ഒന്ന് മിക്സ് ആകണമല്ലോ, നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു പുളിക്ക് ആവശ്യമായിട്ട് ഞാൻ ഒരു നാരങ്ങയുടെ നീര് ചേർക്കുന്നുണ്ട്. നാരങ്ങയുടെ നീരും കൂടി നമുക്ക് അതിലേക്കൊന്ന് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇനി അത് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ മീൻ ഉണ്ടോ, ഇതുപോലെയാണ് ഞാൻ കഷ്ണിച്ചിരിക്കുന്നത്. ഒരു ഫിംഗറിൻ്റെ മുഴുപ്പിൽ നമുക്ക് ആ ദശ മാത്രം നമ്മൾക്കത് മുറിച്ചെടുക്കാൻ എളുപ്പമാണ്. നല്ല മൂർച്ചയുള്ള കത്തി ഉണ്ടെങ്കിൽ മീൻ വെച്ചിട്ട് ആ മേളിലത്തെ ദശ അങ്ങോട്ട് മാറുന്ന മാറ്റി പിന്നെ അടിയിലത്തെ ദശയും മാറ്റിയിട്ട് ഇതുപോലെ മുറിച്ച് എടുത്തിട്ട് നമുക്ക് ഈ മസാലയിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ആ മസാലയൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് നമുക്കൊരു 1/2 മണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. മൂടി വയ്ക്കാം. നമുക്കത് അവിടെ ഇരിക്കട്ടെ. 1/2 മണിക്കൂറിന് ശേഷം നമുക്ക് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു നോൺ സ്റ്റിക്ക് പാന് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഗ്യാസ് കത്തിച്ചിട്ട് പാൻ ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മീൻ അവിടെ ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ ബ്രെഡ് പൊടിച്ചെടുത്തതും അല്ലെങ്കിൽ റസ്ക് പൊടിച്ച് നമുക്കൊന്ന് മുക്കിയൊന്ന് പൊരിക്കണമല്ലോ, അതിനായിട്ട് റസ്ക് അല്ലെങ്കിൽ ബ്രെഡ് നമുക്ക് പൊടിച്ച് മാറ്റി വയ്ക്കാം. അതുപോലെ നമ്മുടെ മീനും ഇരിപ്പുണ്ട്.
ഇനി നമുക്ക് നോൺ സ്റ്റിക്ക് പാനിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ, ഞാനിപ്പോൾ ഒരു കപ്പ് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മളുടെ മീൻ നമ്മളുടെ ബ്രെഡിൻ്റെ അല്ലെങ്കിൽ റസ്കിൻ്റെ പൊടിയിലേക്ക് ഒന്ന് മുക്കിയതിന് ശേഷം പൊടിയെല്ലാം അതിന്മേൽ ഒന്ന് പെരളുന്ന വിധത്തിൽ ഒന്ന് മുക്കിയതിന് ശേഷം നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. വീണ്ടും നമുക്ക് അടുത്തത് അതുപോലെ തന്നെ നമ്മളുടെ മീനെടുത്ത് ബ്രെഡിൻ്റെ പൊടിയിലേക്ക് അല്ലെങ്കിൽ റസ്കിൻ്റെ പൊടിയിലേക്ക് നന്നായിട്ടൊന്ന് ആ പൊടിയിലൊന്ന് പുരട്ടി പൊടിയൊന്ന് നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന ആ ഒരു രൂപത്തിൽ, കട്ട്ലേറ്റ് നമ്മളിങ്ങനെയാണല്ലോ ഉണ്ടാക്കുന്നത്, ബ്രെഡ് ക്രംസിൽ അല്ലെങ്കിൽ റസ്കിൽ പൊടിയിൽ ഇതുപോലെ മുക്കി അങ്ങ് എണ്ണയിലേക്ക് ഇടുകയല്ലേ ചെയ്യുന്നത്, അതുപോലെ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതവിടെ കിടന്ന് നന്നായിട്ടൊന്ന് മൊരിയട്ടെ. നമ്മുടെ ഉള്ളിലുള്ള മീൻ വെന്ത് കിട്ടണമല്ലോ, അത് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് മൊരിച്ചെടുക്കാം. ഇപ്പോൾ ഒരു വശം മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഏകദേശം. ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. കൈകൊള്ളാതെ നമുക്കിതുപോലെ സ്റ്റിക്ക് കൊണ്ടോ ഒരു സ്പൂൺ കൊണ്ടോ നമുക്കിങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം. തീ ഒത്തിരി കൂട്ടി വയ്ക്കണ്ട, മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കതൊന്ന് നല്ല ക്രിസ്പി ആയിട്ട് നമുക്കെടുക്കാം. ഇപ്പോൾ രണ്ട് വശവും നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് കോരി മാറ്റാം. ഇപ്പം നമ്മുടെ ഫിഷ് ഫിംഗർ റെഡി ആയിട്ടുണ്ട്. ഉണ്ടോ? ഇനി അതുപോലെ തന്നെ നമുക്ക് അടുത്ത സെറ്റും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഞാനെല്ലാം ഉണ്ടാക്കിയെടുത്തു. കണ്ടോ? ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കേ.